ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. എടാ മക്കളെ, പെട്ടെന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ലാബിനകത്ത് ചെറിയൊരു ചേഞ്ച് നമ്മുടെ 2025 വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. സോ ചില കുട്ടികൾക്ക് അത് മോഡലിന് ഇച്ചിരി ഒരു സംശയം തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ വിട്ടാലും നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. കാരണം ഞാൻ പറഞ്ഞ പോലെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3, 2, 5, 3, 8, 2, 10. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ വിട്ടാലും 8 മാർക്ക് കിട്ടും. അപ്പോൾ ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ കൂടെ അവർ തന്നേ ഉള്ളൂ കേട്ടോ. സോ അത് വേണമെന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയാണ് മക്കളെ, ഇത് പെട്ടെന്ന് കണ്ടു കേട്ടോ. വാല്യൂ ഫംഗ്ഷൻ എന്തായാലും എല്ലാ സ്കൂളിലും ഒന്നാമത്തെ ലാഭം ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണും. അപ്പോൾ അതും കൂടെ എന്തായാലും ചെയ്തിരിക്കണം, നല്ലതല്ലേ? സോ അതൊന്ന് ചെയ്യണം. എങ്ങനെയാണെന്ന് പറയുവാണ് മക്കളെ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. സോ മക്കളെ, സിമ്പിളായിട്ട് നമുക്കത് വരയ്ക്കാം. സോ അതിന് വേണ്ടി എക്സ് റേസ് ടു 1/3 അല്ലേ? സോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തേ മക്കളെ. എക്സ് റേസ് ടു പെട്ടെന്ന് ചെയ്യുവാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിൽ എക്സ് റേസ് ടു എക്സ് റേസ് ടു ഇട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് വേണം 1/3 അടിക്കാൻ. ബ്രാക്കറ്റ് ഇട്ടില്ലേ തെറ്റും കേട്ടോ. എൻ്റർ അടിച്ചു. സോ ബാക്കി അവർ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യട്ടെ. -10 0.1 ആയിട്ടുള്ള സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. സ്ലൈഡർ എടുക്കുക, സ്ലൈഡർ ക്ലിക്ക് ചെയ്യുക. -10 ഇൻക്രിമെന്റ് 0.1. ഓക്കെ, കൊടുത്തു. സ്ലൈഡർ വന്നു. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തത് a ഈക്വൽ ടു a0, b ഈക്വൽ ടു a f of a, c ഈക്വൽ ടു 0 f of a ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ മക്കളെ. കാരണം ഇത് ഓൾറെഡി ഇഷ്ടം പോലെ ചെയ്താണ്. എങ്കിലും അവസാനത്തെ ക്വസ്റ്റിനിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലെറ്റ് വേണം കേട്ടോ. അതുകൊണ്ടാണ് ചെയ്യുന്നത്. a,0 a ക്രിയേറ്റ് ചെയ്തു. അടുത്ത b എന്ന് പറയുമ്പോൾ b ഈക്വൽ ടു a, f of a, f of a, അതും ബിയും വന്നു. അടുത്ത c എന്ന് പറയുമ്പോൾ 0, f of a, ക്യാപിറ്റൽ C ഈക്വൽ ടു ബ്രാക്കറ്റിൽ 0, f of a. സോ ABC വന്നു മക്കളെ അല്ലേ? ABC വന്നു. അടുത്ത എന്താണ്? ലൈൻ സെഗ്മെന്റ് വെച്ച് എ ബിയും ബി സിയും അടയാളപ്പെടുത്തുക, ജോയിൻ ചെയ്യുക. എന്നിട്ട് എഫിനും എയ്ക്കും സ്ലൈഡ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മളെല്ലാം ഈ വാല്യൂ ഫംഗ്ഷനകത്ത് ചെയ്യുന്ന പരിപാടിയാണ്. സോ ലൈൻ സെഗ്മെന്റ് ടൂൾ എടുത്തിട്ട് എയും ബിയും കൂടെ ജോയിൻ ചെയ്യുന്നു. അതേപോലെ ബിയും സിയും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇനി നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ആദ്യം എഫ് എന്ന് പറയുമ്പോൾ ഇവിടെ എഫ് ആയിട്ട് ലിങ്ക് ചെയ്തു. ഓക്കെ, വീണ്ടും ക്ലിക്ക് ചെയ്തു. എക്ക് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. സോ ഇത് രണ്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പെട്ടെന്ന് പറയുവാണേ. 3 മാർക്ക് കിട്ടി. ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതുക. പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 7.5 raised to 1/3 ചെയ്യണമെങ്കിൽ മക്കളെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ എക്സ് റേസ് ടു 1/3 ഇട്ടില്ലേ? ഇപ്പോൾ ഇവിടെ 1 ഇട്ട് കൊടുത്താൽ 1 raised to 1/3 കിട്ടും. 2 ഇട്ട് കൊടുത്താൽ 2 raised to 1/3 കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്? 7.5 raised to 1/3 അല്ലേ? അപ്പോൾ എയുടെ അവിടെ 7.5 അടിച്ചു കൊടുത്താൽ ആൻസർ കഴിഞ്ഞു. 7.5 എൻ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ബിയുടെ അവിടെ ഇല്ലേ, റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നെയിം ആൻഡ് വാല്യൂ എടുക്കുക. അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടല്ലോ, 7.5 raised to 1/3 ആണ് എത്ര? 1.96. ഇല്ല, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ബിയുടെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി. സോ അവിടെ മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ല മെത്തേഡ് പറഞ്ഞിട്ടില്ല, ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം y കോർഡിനേറ്റ് ഓഫ് ബി ഈസ് ദ ആൻസർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 7.5 raised to 1/3 എന്ന് പറയുമ്പോൾ 1.96 വരും ആൻസർ. സോ നെക്സ്റ്റ്, യൂസിങ് ദി അബോവ് ആപ്ലെറ്റ് cos 5.5 കണ്ടുപിടിക്കണം. അത് വളരെ എളുപ്പമാണ്. ഈ എക്സ് റേസ് ടു 1/3 മാറ്റുക, cos x ആക്കുക. ഓക്കെ, കോസിൻ്റെ വന്നു. ഇനി കോസ് എത്രയാണ് വേണ്ടത്? 5.5. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാല്യൂ അടിച്ചു കൊടുക്കേണ്ടത്. 5.5 എത്ര കിട്ടി? cos 5.5 0.71. എടുത്ത് എഴുതിക്കോളാം. മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ? യെസ്, എക്സ്പ്ലെയിൻ ദ മെത്തേഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ചേഞ്ച് ദ ഫംഗ്ഷൻ, ചേഞ്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആൻഡ് പുട്ട് എ ഈസ് ഈക്വൽ ടു 5.5. എഴുതി വെച്ചോ. ഇത്രയുള്ള പരിപാടി. അപ്പോൾ കോസ് 5.5 ഈസ് ഈക്വൽ ടു 0.71. ഇതൊക്കെ കുറേ റിപ്പീറ്റ് ചെയ്താണ്. നമുക്ക് ലാസ്റ്റത്തെയാണ് വേണ്ടത്. ഇതാണ് ഒരു പുതിയൊരു സാധനം. ഫംഗ്ഷൻ 1/x+3 ആകുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3/11 കിട്ടണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് കൊടുക്കണം? എക്സിന് പകരം എന്തിട്ട് കൊടുത്താൽ നമുക്ക് 3/11 കിട്ടുമെന്നാണ് ചോദിച്ചത്. സോ ഇതിൻ്റെ അന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഇങ്ങനെ മാറ്റി
അത് ഇച്ചിരി പാടാണ്, പക്ഷേ കണ്ടുപിടിക്കാൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു മാർഗ്ഗം പറഞ്ഞുതരാം മക്കളെ. നിങ്ങളിവിടെ 1/x+3 അല്ലേ, സോ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ ഫംഗ്ഷന് പകരം 1/1 അടിക്കുക, ബൈ ഇടുക, ബ്രാക്കറ്റിൽ x+3. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. സോ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ മക്കളെ മാനുവലി ചെയ്യണം. എന്താടാ 1/x+3യുടെ വാല്യൂ 3/11 കിട്ടണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നോക്കിക്കോണം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുവേ. 1/x+3 = 3/11. ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതൊരു കുട്ടിക്കും അറിയാമേലേ? 8ാം ക്ലാസ് തൊട്ടേ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കണല്ലേടാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം എന്ത് വരും? ഈ x+3 × 3, അപ്പോൾ 3 × x+3 ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തു. അടുത്ത് ഇത് തമ്മിൽ 1 × 11. 3 അകത്തേക്ക് ഇൻറ്റു ചെയ്യടാ. 3 × x 3x, 3 × 3 9 = 1 × 11 11. അടുത്ത് ഈ +9 അപ്പുറത്തേക്ക് കൊടുക്ക്. ഇപ്പം എന്ത് വരും? 3x = 11 - 9 എന്ന് പറഞ്ഞാൽ 3x എത്ര കിട്ടുവാടാ? 11 ൽ നിന്ന് 9 കുറച്ചാൽ 2. അപ്പോൾ x എത്ര കിട്ടുവാടാ? 2. ഈ 3 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ÷ 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 2/3 കൊടുത്താൽ മതി നമുക്ക് ആൻസർ 3/11 കിട്ടാൻ. എക്സിന് പകരം 3/11 കൊടുത്താൽ മതി. മനസ്സിലായോ? ഈ 3/11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോണേ. അപ്പം നമുക്ക് എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? 2/3 കൊടുത്താൽ മതി. അപ്പം എക്സിന് പകരം 2/3 കൊടുക്കണം. നോക്കിക്കോണേ, ഇവിടെ നമ്മൾ 2/3 കൊടുത്താൽ നമുക്കിത് ആൻസർ കിട്ടുന്നുണ്ടല്ലോ. എത്രയാടാ? നോക്കിക്കോണേ, 2/3 കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കിക്കോണേ. 3/11 അല്ലേ നമുക്ക് വേണ്ടത്? 3/11 കിട്ടുന്ന ഏതാണെന്നല്ലേ ചോദിച്ചത്? ഇതേ മക്കളെ 3/11 ഡെസിമൽ വാല്യൂ എത്രയാണെന്ന് നോക്കി. 3/11 0.27 കണ്ടല്ലോ. അപ്പം ഞാനിവിടെ 2/3 കൊടുത്തപ്പോൾ നമ്മുടെ y വാല്യൂ നോക്കിയടാ 0.27. ഈ 3/11 എന്ന് പറയണതാണ് മക്കളെ, ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറയുവാണേ. ഈ 2/3 എടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ 3/11 കിട്ടും. 3/11 എന്ന് പറയുമ്പോൾ 0.27 ആണ്. കണ്ടല്ലോ, 0.27 കിട്ടി. കണ്ടല്ലോ അപ്പോൾ 2/3 ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് 0.27 കിട്ടിയത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എക്സ് മാനുവലി കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ എടുത്ത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് സാറിനെ വിളിച്ച് കാണിക്കുക. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് മക്കളെ, പഠിച്ചിട്ട് പോവാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് വരെ കാണാം. ഓക്കെ, ബൈ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യടാ. കിടിലിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക. നമുക്ക് തിയറി ക്ലാസ് ഇത് കഴിഞ്ഞ് പഠിച്ച് സെറ്റ് ആക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ.